ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി കരുണാപുരത്തെ സമ്മിശ്ര കർഷകനായ അനിയപ്പൻ എന്ന് വിളിപ്പേരുള്ള അനിൽകുമാർ CK ചിലമ്പുങ്കൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കിയിലെ ക്ഷീര കർഷകർ പലപ്പോഴും ഈ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ധാരാളം പേരുണ്ട്. ഒരു കാലത്ത് ക്ഷീരകർഷകരായിരുന്ന പലരും ആ മേഖല നഷ്ടമാണെന്ന് വിചാരിച്ച് ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങി മറ്റ് കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയ കർഷകരെ നമുക്ക് മലയോര മേഖലയിൽ കാണാൻ കഴിയും. ഇന്ന് നമ്മോടൊപ്പമുള്ള അനിൽകുമാർ CK, അനിയപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം കരുണാപുരത്തെ ഒരു കർഷകനാണ്. ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലമായിട്ട് ക്ഷീര മേഖല കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഏലം, കുരുമുളക് തുടങ്ങിയിട്ടുള്ള കൃഷികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലി വളർത്താൻ ഒരു കാലത്ത് ധാരാളം പശുക്കളെ വളർത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും പശുക്കളുടെ പരിപാലനത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ലാത്ത ഒരു കർഷകനെയാണ്, പ്രിയപ്പെട്ട അനിയപ്പനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ? കാർഷിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പശു വളർത്തലുണ്ട്, ഏലം, കുരുമുളക്, കാപ്പി, അങ്ങനെ കൃഷിയുണ്ട്. പിന്നെ വാഴ കൃഷിയുണ്ട്. അപ്പോ താങ്കളൊരു നാണ്യവിള കർഷകൻ മാത്രമല്ല, കാലി വളർത്തലുണ്ട്, വാഴപ്പള്ളിയുള്ള കൃഷികളുണ്ട്, കപ്പ, പച്ചക്കറി ഒന്നുമില്ല? ഇല്ല, പച്ചക്കറി ഇല്ല. പച്ചക്കറി കുറച്ചുണ്ട്, വീട്ടിലെ ഒരു ചെറിയ ഇതേ ഉള്ളൂ. കപ്പ ഇപ്പൊ വളർത്തിയാൽ കിട്ടത്തില്ല, പന്നിശല്യം ആയതുകൊണ്ട് നമുക്ക് കപ്പ ഇടിയില്ല. അല്ല, നേരത്തെ കപ്പ ഉണ്ടായിരുന്ന. താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാലി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 നൂറ്റാണ്ട് കാലമായി എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ? ഇപ്പോഴത്തെ രീതിയൊക്കെ എങ്ങനെയാണ്? ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരുവിധം നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ കാലിവളത്തിന് ഒരു നേട്ടവുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം പാലിന് വില കൂടിയെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ അനുസരിച്ച് ഓക്കയ്ക്ക് വില കൂടി. അത് നമുക്ക് ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് നമുക്ക് പിള്ളേർക്ക് നല്ല പാല് കുടിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നത് കൃഷി. എത്ര പശുക്കൾ വരെ ഉണ്ടായിരുന്നു? എനിക്ക് 4 വരെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോ വീട്ടാവശ്യത്തിനുള്ള പാല് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പിന്നെ കാർഷികാവശ്യത്തിനുള്ള ചാണകം കിട്ടും. അതാണ് ഏറ്റവും കൂടുതൽ. ചാണകം ആണ് ഏറ്റവും ജൈവവളം ചെയ്യുന്നതുകൊണ്ട് ചാണകം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പാട്ട ചാണകം നമ്മൾ മേടിക്കണമെങ്കിൽ 40 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കൃഷി കൊണ്ട് അത് ആണ് ഏറ്റവും നേട്ടമുള്ളത് ചാണകത്തിന്റെ. ഇപ്പൊ നമ്മുടെ കാർഷികാവശ്യങ്ങൾക്കുള്ള ചാണകം കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഒരെണ്ണം കിട്ടുന്നില്ല, തികത്തില്ല. എന്തോരുണ്ട് കൃഷിയിടം? കൃഷിയുടെ എനിക്ക് 3 ഏക്കറുണ്ട്. ഈ 3 ഏക്കർ കൃഷിയിടത്തിൽ എങ്ങനെയാണ്, എന്തെല്ലാം വിളകൾ? ഇങ്ങനെ തനിവിളയായിട്ട് ഏലം, അതിന്റെ ഇടയിൽ കൂടെ കൊടി, കാപ്പിയുണ്ട്, ഇടയ്ക്ക് കുറച്ചു പോകും. നേരത്തെ എങ്ങനെയായിരുന്നോ ഈ കാർഷിക രംഗത്തേക്ക് അനിയപ്പൻ ഇറങ്ങുന്ന സമയത്ത്? ഇങ്ങനെയായിരുന്നു കൃഷി? ഇല്ല, എനിക്ക് നേരത്തെ ഒരു സ്ഥലമൊക്കെ ഉള്ള, ഞാൻ പിന്നെ ഇച്ചിരി സ്ഥലമൊക്കെ വാങ്ങിച്ചാണ് കൃഷിയൊക്കെ ചെയ്ത്. ഇങ്ങനെയാണ് നേരത്തെ ഒരു ശകല സ്ഥലമൊക്കെ ഉള്ളായിരുന്നു. ഇവിടെ തന്നെയാണോ നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെയായിരുന്നോ ഈ നേരത്തെയും കാർഷിക പ്രവർത്തനങ്ങൾ? ഇപ്പൊ സ്ഥലം മേടിച്ചതും ആ ചുറ്റുവട്ടത്തിലാണോ? അതെ, ചേർന്നുകൊണ്ട് തന്നെ സ്ഥലം മേടിച്ചു, എന്നിട്ട് കൃഷി ചെയ്ത്. ഇതൊരു പ്രത്യേകതയാണ്. കാരണം കൃഷി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം നേടി വീണ്ടും കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃഷിയിടം വാങ്ങി കാർഷിക പ്രവർത്തനങ്ങൾ തുടരുന്ന ഒരാളാണ് ശ്രീ അനിൽകുമാർ അനിയപ്പൻ. എന്തൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉള്ള കൃഷികൾ? ഈ കാലിവളത്തിൽ മാത്രമുള്ളായിരുന്നു ആദ്യകാലത്ത്? പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു, ഏലമൊന്നും ഇല്ലായിരുന്നു. കുരുമുളകും കാപ്പി, പിന്നെ പശു വളർത്തലും അതേ ഉള്ളായിരുന്നു. ഇപ്പൊ കുരുമുളക് ഉണ്ട് താനും അല്ലെ? കുരുമുളക് ഏലത്തിൽ കുറവാണ്, ഇടയ്ക്കൂടെ ഉള്ള ഏലത്തിന്റെ ഇടകൂടെ. ഇപ്പൊ ഏലമാണ് മെയിനായിട്ടുള്ള കൃഷി. ഇനി കൃഷി രീതിയെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പൊ ഏലം കൃഷിയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി? ഏലം കൃഷിയിലേക്ക് കടന്നു വന്നിട്ട് 3-4 വർഷമായുള്ളൂ. ഇപ്പൊ ഏലത്തിന്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ്? ഏലത്തിന്റെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചെയ്യുന്ന പറഞ്ഞാൽ രാസവളം ഉപയോഗിക്കും, ജൈവവളം ഉപയോഗിക്കും, മരുന്നടിക്കും, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. രാസവളങ്ങളും ജൈവവളങ്ങളും എങ്ങനെയാണ്? വർഷത്തിൽ എത്ര തവണ ഉപയോഗിക്കും? വർഷത്തിൽ അങ്ങനെ കണക്കൊന്നുമില്ല, നമ്മളൊരു ഇത് വെച്ച് ചെയ്യും. ഒരു കായ എടുക്കുമ്പോൾ ഒരു വളം കലക്കി ഒഴിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മരുന്ന് 20 ആകുമ്പോൾ അടിക്കും. 20 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കും അല്ലേ? അല്ലെങ്കിൽ തണ്ടുതുരപ്പൻ കയറും. അതുകൊണ്ട് 20 ദിവസം മരുന്നടിക്കും.
അപ്പോൾ ഈ മരുന്നടി തന്നെ നല്ലൊരു ചെലവ് വരുന്നുണ്ട്. നല്ലൊരു ചെലവുണ്ട്, ഭയങ്കര ചെലവാണ്. നേരത്തെ വില കൂടിയപ്പോഴത്തേനും മരുന്നിനും വില കൂടി. ഇപ്പൊ പിന്നെ ഏലത്തിന് വില കുറഞ്ഞപ്പോഴത്തേനും മരുന്നിന് വില കുറഞ്ഞിട്ടില്ല. നമുക്ക് അതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ്, കൃഷി ഇപ്പൊ നഷ്ടമാണ്. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാസത്തിലൊന്നാണെങ്കിൽ പോലും 12 തവണ നമ്മൾക്ക് കീടനാശിനി കളിക്കേണ്ടി വരും. ഇതൊരു 15 തവണ പോരാ അല്ലേ? മാത്രം പോരാ. വേനലാകുമ്പോഴത്തേനും കൃഷി പിന്നെ പുഴു കൂടുതലാവും. വേനലാകുമ്പോഴത്തേനും 20 ദിവസം ആകുമ്പോഴത്തേനെങ്കിലും അടിക്കണം. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ താങ്കൾ കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഇതേപോലുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ അല്പം തണുപ്പും അല്പം മഴയും ഒക്കെ ഉണ്ട്. മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുമ്പേ കാലാവസ്ഥ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വർഷമായിട്ട് കാലാവസ്ഥ വെച്ചിട്ട് നല്ല തണുപ്പും കാറ്റും മഴയൊക്കെ ആയിട്ടുണ്ട്. 2-3 വർഷം മുമ്പേ ഇവിടെ നമ്മൾ ഈ കർണാടക പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മഴയില്ലാത്തൊരു ഇതായിരുന്നു. സർക്കാരാണല്ലോ മഴ ഒരു ഇത് പദ്ധതി, മഴ നിഴൽ പദ്ധതി എന്ന് പറഞ്ഞ് നമ്മളെ ഈ പഞ്ചായത്തിന് ഉൾപ്പെടുത്തിയതായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് കുടിവെള്ള ആവശ്യമൊക്കെ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? കുടിവെള്ളം ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിൽ കൂടുതലും കുഴൽക്കിണറാണ്. എല്ലാവരും കുഴലിൽ അടിച്ചിരിക്കുന്നതാണ്. അല്ലാതെ താങ്കൾക്കുണ്ട്? ഉണ്ട്, കുഴലുണ്ട്. എന്തോരം ആഴത്തിൽ അടിക്കണം ഇപ്പോൾ വെള്ളം? ഇപ്പോൾ എനിക്ക് അടിച്ചിരിക്കുന്ന ഒരു 10 വർഷം മുമ്പ് അടിച്ചത് 500 അടിയുണ്ട്. ഇപ്പോൾ എല്ലാവരും 1000 അടി 1200 അടിയൊക്കെ അടിക്കുന്നത്. അത്രത്തോളം ആഴത്തിൽ അടിച്ചാലാണ് വെള്ളം കിട്ടത്തുള്ളൂ. 500 അടി അടിച്ചാൽ വെള്ളം കിട്ടത്തില്ല. 500 അടിച്ചാൽ വെള്ളം കുറവാ. എനിക്കിപ്പം കഷ്ടിച്ച് കുടിക്കാനുള്ള വെള്ളം കിട്ടും, അത്രയേ ഉള്ളൂ. അത് നേരത്തെ അടിച്ചായിരുന്നു, അന്നേരം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം അതിന് താത്ത് വരുമ്പോഴത്തേനും ആൾക്കാർ താത്ത് കൊണ്ടുപോകില്ല. എന്നിട്ടും വെള്ളത്തിന്റെ ഗ്രൗണ്ട് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരാള് 500 അടി ആഴത്തിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നു, അപ്പോൾ മറ്റൊരാൾ 1000 അടി ആഴത്തിൽ കുഴൽക്കിണർ നിർമ്മിക്കുമ്പോൾ 500 അടി താഴ്ത്തിയ ആൾക്ക് വെള്ളം കുറയും. സ്വാഭാവികം മാത്രമാണത്. കാരണം വെള്ളത്തിന്റെ ഉറവച്ചാലുകൾ ആഴത്തിലേക്ക് പോകുന്നുള്ളതാണ് പ്രത്യേകത. അത് കർണാപുരം ഗ്രാമപഞ്ചായത്തില് എല്ലാവരും തന്നെ കുഴൽക്കിണറുള്ളവരാണ്. അതെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഴൽക്കിണറുള്ള പഞ്ചായത്ത് കർണാപുരം പഞ്ചായത്താണ്. ഒരു വീട്ടിൽ 2 കുഴൽക്കിണർ വരെ ഉള്ളവരൊക്കെ ഉണ്ട്. കൃഷി ആവശ്യത്തിനൊക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ കൃഷി ആവശ്യത്തിന് വെള്ളം എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് അടിച്ച് മേളിൽ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5 ലക്ഷം ലിറ്ററിന്റെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടാങ്കിനകത്ത് അടിച്ചിടുകയാണ്. എന്നിട്ട് അടിക്കുകയാണ് കൃഷി. ചെക്ക് ഡാമിലേക്ക് വെള്ളം എങ്ങനെ കിട്ടും? ചെക്ക് ഡാമിലേക്ക് മഴ ഒരു ഒഴുക്കുണ്ട്. ഒരു മാർച്ച് മാസം വരെ അതിനകത്ത് വെള്ളം ഒഴുകി വരും. അതുവരെ അന്നത്തെ ഞാൻ മേളിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പൊ അത് വലിയൊരു കരുതലാണത്. കാരണം നീർച്ചാല് ചെറുതായിട്ടുണ്ട്. ആ നീർച്ചാലിലൂടെ ഒഴുകി വരുന്ന വെള്ളം ചെക്ക് ഡാമില് നമ്മൾ സംഭരിച്ചു വെച്ചിട്ട് അത് ടാങ്കിലേക്ക് അടിച്ചു കയറ്റും അല്ലേ? ടാങ്കില് നല്ല വലിയ കപ്പാസിറ്റി ഉള്ള ടാങ്ക്. 5 ലക്ഷം ലിറ്ററിന്റെ കപ്പാസിറ്റി. 5 ലക്ഷം ലിറ്റർ. അതിന് എത്ര രൂപ ചെലവായി? അതിന് 8 ലക്ഷം രൂപ ചെലവായി. എത്ര നാളായി അങ്ങനെ നിർമ്മിച്ചിട്ട്? അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ 2 വർഷമായി. അപ്പൊ ഇപ്പൊ നമ്മുടെ കാർഷിക ആവശ്യത്തിന് ആവശ്യമായ വെള്ളം എന്തായാലും കിട്ടും. ഉണ്ട്. നമുക്ക് വേനൽ പിടിച്ചിരിക്കാനുള്ള വെള്ളമുണ്ട്. വർഷത്തിൽ എത്ര തവണ, എത്ര മാസം, എത്ര ദിവസമൊക്കെ നനയ്ക്കേണ്ടി വരുന്നുണ്ട്? അതങ്ങനെ നമ്മളൊരു ഡേറ്റ് നോക്കി നനയ്ക്കുന്നില്ല. നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചും അതിന്റെ കൃഷിയുടെ വാട്ടം അനുസരിച്ചും നനയ്ക്കും. ഞാനെല്ലാം മൊത്തം മിസ്റ്റിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് തുറന്നു വിട്ടാൽ മതി. അത് അപ്പൊ ഏലം കൃഷിയുടെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയുന്നത് ജലസേചനം? അതെ. ഏലം കൃഷിയുടെ ഇതുമായിട്ട്. മറ്റു കൃഷികൾക്ക് ജലസേചനം വേണ്ട. ഇപ്പൊ കാപ്പിക്കൊന്നും വേണ്ടല്ലോ. കാപ്പിക്കൊന്നും വേണ്ട. പിന്നെ കാപ്പിയൊക്കെ നമ്മൾ ഏലത്തിന്റെ ഇടയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനും വെള്ളം കിട്ടുന്നുണ്ട്. കാപ്പിക്കാനും കുടിക്കാനുള്ളൂ. അപ്പൊ കുരുമുളകും ഏലത്തിന്റെ ഇടവിളയാണ്. കുരുമുളക് ഏലകൃഷിക്കുള്ളിലെ മരങ്ങളിലാണോ? ആ, മരങ്ങളിലാണ്. എന്തെല്ലാം ഇനം കുരുമുളക? അത് പന്നീറുണ്ട്, കരിമുണ്ട. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പൊതുവെ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ കൃഷി കൊണ്ടാണ് കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് കൂടുതൽ സ്ഥലം വാങ്ങിയത്. പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണോ താങ്കൾ? അതെ. കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. അച്ഛനും അമ്മയൊക്കെ കർഷകരായിരുന്നു? അതെ. അച്ഛനും അമ്മയും കർഷകരായിരുന്നു. അപ്പൊ ഈ എത്ര വർഷമായി ശരിക്കും കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്? കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് 10-20 വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് കൃഷിയിലേക്കായിരുന്നു.
ഇവിടെ ഈ തമിഴ്നാടുമായിട്ട് അതിരിടുന്ന ഒരു പ്രദേശമാണല്ലോ ഇവിടെ. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ തമിഴ്നാട്ടിലേക്കുള്ളൂ. അത് ഏതെല്ലാം തരത്തിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട്? നമുക്ക് തൊഴിലാളികളെയൊക്കെ വേണ്ടത്ര അവിടെ നിന്ന് കിട്ടുവാണോ, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള തൊഴിലാളികളെയാണോ ആശ്രയിക്കുന്നത്? ഇല്ല, ഇപ്പം നമ്മളൊക്കെ പിന്നെ പ്രാദേശികമായിട്ടുള്ള തൊഴിലാളികളാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ എസ്റ്റേറ്റുകാർ കമ്പത്തുനിന്ന് പിന്നെ സ്ത്രീകളെ കൊണ്ട് കായടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തമിഴ്നാടിന്റെ അതിർത്തി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് പ്രയോജനങ്ങളുണ്ട്. അനിയപ്പന് കാർഷിക പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം കൃഷികൾ ചെയ്യാൻ അറിയാം? കാർഷിക പ്രവർത്തനത്തിൽ കൃഷി എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ഏലം, വാഴ, കൊടി, പിന്നെ കാപ്പി. വാഴ കൃഷി ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? പാട്ടത്തിന്റെ സ്ഥലം എടുത്തിട്ടാണ്? ഇടവിളയായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്തിന്റെ ഇടവിളയായിട്ട്? ഏലത്തിന്റെ ഇടവിളയായിട്ടേ ഉള്ളൂ. ഏലത്തിന്റെ ഇടവിളയായിട്ട് വാഴ ചെയ്യാം. എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏലത്തിന്റെ ഇടവിളയായിട്ട്? അങ്ങനെ ആരും ചെയ്യാറില്ല. നമ്മൾ ഈ അത്യാവശ്യത്തിന് ഇടയ്ക്കൂടെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ വെക്കുകയുള്ളൂ. അതേ ഉള്ളൂ. ഈ വാഴ വെച്ചാൽ അതിന് രണ്ട് കേടൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. ഈ ഏലത്തിന് കേടുണ്ടാവുന്ന പറയുന്നത്. എന്തായാലും ഏലം കൃഷിക്ക് അതിരിടുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പൊ വാഴ വെച്ച്. എന്ത് വാഴ വെച്ചിട്ടുള്ളത്? ഞാലിപ്പൂനും പാടാൻ തുടങ്ങും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് മാത്രമാണ് നമുക്ക് പുറമെ വിൽക്കാനുള്ള വാഴക്കുലയും കിട്ടും? വിൽക്കാൻ കുറവാ, എന്നാലും ഇടയ്ക്കൊക്കെ വെക്കും, അതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മൊത്തത്തില് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി ആദ്യം എന്തോരം സ്ഥലം ഉണ്ടായിരുന്നത്? ആദ്യം എനിക്ക് 30 സെന്റ് ഉണ്ടായിരുന്നു. 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം എന്തോരായി? ഇപ്പം 3 ഏക്കർ 15 സെന്റായി. ഇതാണ് ഒരു കർഷകന്റെ ഒരു അധ്വാനത്തിന്റെ ഒരു ഫലമാണല്ലേ? തീർച്ചയായിട്ടും കൃഷി ചെയ്തല്ലേ ഇത് വാങ്ങാൻ പറ്റിയത്? കൃഷി ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് മഴവെള്ള സംഭരണിയുടെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പണിയാനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് എടുത്തു വരുന്നത്. എന്തോരം സമയം ഇപ്പൊ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം? കൃഷി തൊഴിലാളികൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത്? കായെടുപ്പിന് മാത്രമേ തൊഴിലാളികളെ വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ പണത്തിന്റെ പൈസയുടെ ഇത് വെച്ച് നമുക്ക് വേറൊരു പണിക്കാരെ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഏലയത്തിന് വേണ്ട 800 രൂപ ഇപ്പൊ കിട്ടുന്നുള്ളൂ. അത് നമുക്കൊരു പണിക്കാരൻ നിർത്തണമെങ്കിൽ 800 രൂപ ആവും. അതുകൊണ്ട് മരുന്നടി, പിന്നെ വളമൊഴിക്കുകയും എല്ലാം ഞങ്ങൾ കുടുംബക്കാർ തന്നെ ചെയ്യും. കായെടുക്കാൻ മാത്രം ആളെ വയ്ക്കും. ഈ വളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് ജീവാമൃതമാണോ ഉണ്ടാക്കുന്നത്, ഒഴിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ചാണകം കലക്കി ഒഴിക്കും? ചാണകം കലക്കി ഒഴിക്കും, പിന്നെ രാസവളം മേടിച്ച് കലക്കി ഒഴിക്കും. രാസവളം ഒഴിക്കാതെ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും വർഷത്തിൽ ഈ പറഞ്ഞ പോലെ 15-നും 20-നും ഇടയ്ക്ക് കീടനാശിനി പ്രയോഗം ഒരു വർഷത്തിലെ ഏലച്ചെടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ വളപ്രയോഗം ഓരോ തവണ കായെടുത്ത് കഴിയുമ്പോഴും ചെയ്യാറുണ്ടോ? മഴക്കാലം ആകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. മഴക്കാലം മഴകളും ഒക്കെ ഉണ്ടാവും. പിന്നെ വേനൽക്കാലത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വന്തം നിലയിൽ ഇങ്ങനെ ചെയ്തു പോവുകയാണ്. തൊഴിലാളികളെ ഒന്നും ആശ്രയിക്കാറില്ല. പിന്നെ വീട്ടിലാരാ സഹായിക്കുന്നത്? വീട്ടിൽ ഭാര്യ സഹായിക്കും, പിന്നെ മകന്. ഇപ്പോൾ ഉള്ള സ്ഥലം ആകെ 3 ഏക്കർ. ഈ 3 ഏക്കറും ഇപ്പോൾ ഏലവും മറ്റ് വിളകളും മൊത്തമായി. കൃഷിയിടം അങ്ങനെയാണ് ചെരുവാണ്, പടിഞ്ഞാറൻ ചെരുവാണ്. ഇവിടെ മണ്ണൊലിപ്പ് ഒക്കെ ഉണ്ടോ? മണ്ണൊലിപ്പ് അങ്ങനെയില്ല. തണൽ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? തണല്, പ്ലാവ്, പിന്നെ ചോരക്കാലി, അങ്ങനെയുള്ള ചീമമുരിക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട്. വേനൽക്കാലത്താണല്ലോ തണലിന്റെ ആവശ്യം കൂടുതലുണ്ടാവുന്നത്. മഴക്കാലത്തിന് മുന്നോടിയായിട്ട് മരങ്ങളുടെ ശിഖരം വെട്ടിക്കൊടുക്കുന്ന രീതി ഉണ്ടോ? ഉണ്ട്. മഴക്കാലത്ത് വെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ അഴുകൽ ഉണ്ടാവും. പ്രധാനമായിട്ട് ഈ വർഷത്തെ കാലാവസ്ഥ അനുകൂലമാണോ? ഈ വർഷത്തെ കാലാവസ്ഥ അനുകൂലം, നല്ല കാലാവസ്ഥയാണ്. ഇതുവരെ നല്ല കാലാവസ്ഥയാണ്. പൊതുവെ കർണാടകത്ത് പറഞ്ഞ പോലെ കുഴൽക്കിണറുകൾ ഏറ്റവും അധികമുള്ള ഒരു പഞ്ചായത്താണ്. താങ്കളിപ്പോൾ ഒരു കുഴൽക്കിണറേ ഉള്ളൂ. പിന്നെ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം സംഭരിച്ചുകൊണ്ടാണ് ജലസേചന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തായാലും കാർഷിക രംഗത്ത് സഹായിക്കുന്നത് ഭാര്യയാണ്. ഭാര്യയുടെ പേരെന്താ? ഷീന. മക്കള്? അതുൽ, അശ്വതി. അതുൽ ഇപ്പം ബാങ്ക് ജോലിയുണ്ട്. സഹകരണ ബാങ്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് 3-4 മാസമേ ഉള്ളൂ. ആ അശ്വതി എറണാകുളത്ത് പഠിക്കുന്നു. എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? അവളെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും കാർഷിക രംഗത്ത് വലിയ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോവുകയും അധ്വാനശീലനായി പ്രവർത്തിക്കുകയും കാലിവളർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും കാലിവളർത്തൽ ഉപേക്ഷിച്ചിട്ടില്ല. കുരുമുളക്, ഏലം, വാഴ, കാപ്പി തുടങ്ങിയിട്ടുള്ള വിളകൾ പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാതൃകാ കർഷകനാണ് അനിയപ്പൻ എന്ന് വിളിക്കുന്ന അനിൽകുമാർ CK ചിലമ്പുങ്കൽ. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങളാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത്. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഇടുക്കി കരുണാപുരത്തെ സമ്മിശ്ര കർഷകനായ CK അനിൽകുമാറുമായി ഇതുവരെ സംസാരിച്ചത് ആന്റണി മുനിയറ. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. വീട്ടുവളപ്പിന് യോജിച്ച ഔഷധ സസ്യങ്ങൾ. ഔഷധ ചെടികൾക്ക് വ്യാവസായികമായി വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിപണനത്തിന് യോജിച്ചവ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടാവശ്യത്തിനുള്ളവ നട്ടുണ്ടാക്കുന്നത്.
വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്ക് അനുയോജ്യമായ ഏതാനും ഔഷധ ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അകത്തി. നാനാവിധ ഉപയോഗങ്ങളുള്ള സസ്യമാണ് അകത്തി. പൂക്കളുടെ നിറത്തെ അടിസ്ഥാനമാക്കി 4 ഇനങ്ങളുണ്ട്. ഇവയുടെ ഇല പോഷകസമ്പുഷ്ടമായതിനാൽ പാചകത്തിന് ഉപയോഗിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പല ഭാഗത്തും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലതാണ്. അകത്തിയുടെ തടി പൾപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. അകത്തിയില ചേർത്തുള്ള വിവിധ കറികൾ രുചികരമാണെങ്കിലും ഇത് പൊതുവെ വാതത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വാതത്തിന്റെ ഉപദ്രവമുള്ളവർ ഇത് തുടർച്ചയായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അകത്തിയിലയിൽ ജീവകം എ ധാരാളമായുണ്ട്. അതുപോലെ തന്നെ കാൽസ്യവും. ഏതാണ്ട് 1 ഔൺസ് അകത്തിച്ചീരയിൽ 2556 മില്ലിഗ്രാം ജീവകം എയും 320 മില്ലിഗ്രാം കാൽസ്യവും കൂടാതെ മാംസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി, സി എന്നിവയും ഉണ്ട്. നിശാന്തതയ്ക്ക് അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് 10 ഗ്രാം വീതം ദിവസവും 2 നേരം വീതം കഴിക്കുന്നത് നല്ലതാണ്. വിളർച്ച മാറാൻ അകത്തിയില തോരൻ വച്ച് കഴിച്ചാൽ മതി. തമിഴ്നാട്ടിൽ പശുക്കൾക്ക് പുല്ലിനു പകരം അകത്തി നൽകാറുണ്ട്. വിത്ത് പാകിയുണ്ടാക്കുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. കറ്റാർവാഴ. കറ്റാർവാഴ മാംസളമായ പോളകൾ ഉള്ള ഔഷധ സസ്യമാണ്. വളരെയേറെ ഔഷധങ്ങളിലും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും അലോവേര പ്രധാന ചേരുവയാണ്. നന്നായി വളരുന്ന ചെടി 35 മുതൽ 50 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും 8 മുതൽ 17 ഇലകൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അടുത്ത കാലത്തായി ഗൃഹവൈദ്യത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനമായി കറ്റാർവാഴയെ കണക്കാക്കി വരുന്നു. എങ്കിലും ഗർഭിണികൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കായിക പ്രവർത്തന രീതിയിലാണ് ആവശ്യമായ തൈകൾ ലഭ്യമാകുന്നത്. വളർച്ചയെത്തിയ ചെടിയുടെ ചുവട്ടിൽ കിളിർത്തു വരുന്ന ഭൂസ്ഥാരികളാണ് നടാനായി ഉപയോഗിക്കുക. കറ്റാർവാഴയുടെ ഇലയിലെ പ്രധാന ഘടകം അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ്. ഇതിൽ അലോയിമോഡിൻ എന്ന ബാഷ്പശീല പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. അശോകം. ഉപയോഗം കൊണ്ടും പൂക്കളുടെ മനോഹാരിത കൊണ്ടും വീട്ടുമുറ്റത്തെ ഒരു പ്രധാന ഔഷധ വൃക്ഷമാണ് അശോകം. ഈ നിത്യഹരിത വൃക്ഷം പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയരുടെ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കിയിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയാൽ 6 മുതൽ 9 മീറ്റർ വരെ പൊക്കം വയ്ക്കും. ഈ ഔഷധവൃക്ഷം വീട്ടുമുറ്റത്തിന് അലങ്കാരവും കുരുവികൾക്കും ശലഭങ്ങൾക്കും സ്ഥിര ആവാസകേന്ദ്രവുമാണ്. മൂപ്പെത്തിയ വിത്ത് തവാരണകളിൽ പാകുകയും മുളച്ചു വരുമ്പോൾ കൂടുകളിലേക്ക് പറിച്ചു നടുകയും ചെയ്യുന്നു. അശോകമരത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം തായ്തടിയിൽ നിന്നും എടുക്കുന്ന തൊലിയാണ്. ഏകദേശം 20 വർഷം പ്രായമായ മരത്തിന്റെ തൊലി ഒരു വശത്തു നിന്ന് മാത്രം നെടുകെ ഉരിഞ്ഞെടുക്കുന്നു. 1-2 വർഷങ്ങൾക്കകം പുറംതൊലി വളർന്ന് നികന്നുകൊള്ളും. ഈ സമയം തായ്തടിയുടെ മറുവശത്തുള്ള പുറംതൊലി പൊളിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒന്നിടവിട്ട വിളവെടുപ്പ് വർഷങ്ങളോളം തുടരാവുന്നതാണ്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും പുറംതൊലിയിൽ കറ്റേക്കോൾ, ടാനിൻ എന്നിവയും ഗ്ലൂക്കോസൈഡുകളായ ഹീമറ്റോക്സിലിൻ, കീറ്റോസ്റ്റിറോൾ തുടങ്ങിയവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇത് കാൽസ്യവും സ്റ്റീറോയിഡ് യൗഗികങ്ങളും പ്രദാനം ചെയ്യുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അശോകത്തൊലി ചേർത്തുണ്ടാക്കുന്ന കഷായം മൂത്രരോഗശമനത്തിന് പറ്റിയ ഔഷധമാണ്. അശോകാരിഷ്ടം, അശോകഘൃതം എന്നിവയിലും പ്രധാന ചേരുവ അശോകത്തൊലിയാണ്. ഇവ ജ്വരം, രക്തപിത്തം, പ്രമേഹം, ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കും. അശോകത്തൊലിയിൽ അടങ്ങിയ യൂട്ടറൈൻ ടോണിക് ഗർഭപാത്രത്തിന്റെ പേശികളിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനും അണ്ഡാശയ കലകളുടെയും എൻഡ്രോമെട്രിയത്തിന്റെയും പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും ഫലപ്രദമാണ്. അശോകത്തൊലി ആൽക്കഹോളിൽ വാറ്റിയെടുക്കുന്ന സത്ത് നല്ലൊരു അണുനാശിനിയായി കണക്കാക്കുന്നു. ആടലോടകം. നിറയെ ഇലകളോട് കൂടിയ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ആടലോടകം. ആടലോടകം 2 തരമുണ്ട്. ചെറിയ ആടലോടകം, ചിറ്റലോടകവും ആടലോടകവും. ചെറിയ ആടലോടകത്തിനാണ് ഔഷധ ഗുണം കൂടുതൽ. മഴ കൂടുതലായി ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത്. വളക്കൂറും നനവും നീർവാർച്ചയുമുള്ള മണ്ണ് ഇതിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. നഴ്സറികളിൽ തൈകൾ തയ്യാറാക്കി കാലവർഷ ആരംഭത്തോടുകൂടി നടുകയാണ് പതിവ്. ഫെബ്രുവരി മാസത്തിൽ ഇളം തണ്ടുകൾ 3 മുതൽ 4 മുട്ടുകളോടുകൂടി മുറിച്ചെടുത്ത് പോളി ബാഗുകളിൽ നട്ടുപിടിപ്പിക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേരുപിടിപ്പിച്ച കമ്പുകൾ 30 സെന്റിമീറ്റർ അകലത്തിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു. 800 കിലോഗ്രാം കാലിവളവും
4 കിലോഗ്രാം എല്ലുപൊടിയും 20 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും ജീവാണു വളങ്ങളായ ട്രൈക്കോഡെർമ, മൈക്കോറൈസ, സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്നിവ 80 ഗ്രാമും നൽകുക. ഓരോ പ്രാവശ്യത്തെ വളപ്രയോഗത്തിന് ശേഷവും ചുവട്ടിൽ മണ്ണിടണം. ചെടി സമൂലമായും ഇല, വേര് എന്നിവയുടെ ആവശ്യത്തിനുമായും ഉപയോഗിച്ചു വരുന്നു. ആടലോടകത്തിൻ്റെ വേരിലും ഇലയിലും ബാഷ്പശീലമുള്ള വാസിസിൻ എന്ന സുഗന്ധ തൈലം അടങ്ങിയിട്ടുണ്ട്. കഫക്കെട്ടിനും ചുമയ്ക്കും ഫലപ്രദമായ മരുന്നാണിത്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രക്തസ്രാവത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കും. കച്ചോലം. സിഞ്ചിബറേസിയ കുടുംബത്തിലെ അംഗമായ കച്ചോലം കംഫേറിയ ഗലങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. ഇഞ്ചിക്ക് യോജിച്ച തണൽ ഈ വിളയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീട്ടുവളപ്പിലേക്ക് അനുയോജ്യമാണ്. മണ്ണ് ഫലഭൂയിഷ്ഠവും ജൈവാംശം കൂടുതലുള്ളതും നല്ല നീർവാർച്ചയുമുള്ളതുമായിരിക്കണം. കാലവർഷ ആരംഭത്തോടുകൂടി നിലം കിളച്ച് 1 മീറ്റർ വീതിയിലും സൗകര്യപ്രദമായ നീളത്തിലും 25 സെൻറ്റിമീറ്റർ ഉയരത്തിലും 40 സെൻറ്റിമീറ്റർ അകലത്തിലും വാരങ്ങൾ എടുക്കുക. മുള ഒന്നെങ്കിലുമുള്ള 10 മുതൽ 15 ഗ്രാം വരെ വിത്ത് കഷ്ണം 15 മുതൽ 25 സെൻറ്റിമീറ്റർ അകലത്തിലും 4 മുതൽ 5 സെൻറ്റിമീറ്റർ താഴ്ചയിലും നടുക. സെൻറ്റിന് 4 കിലോഗ്രാം വിത്ത് വേണം. കാലിവളം സെൻറ്റിന് 80 മുതൽ 100 കിലോഗ്രാം വരെ നൽകണം. ചൊരിമണലാണെങ്കിൽ കൂടിയ തോതിൽ തന്നെ നൽകണം. കൂടാതെ 500 ഗ്രാം എല്ലുപൊടിയും വിതരണം. നട്ട ഉടനെ സെൻറ്റിന് 60 കിലോ പച്ചില കൊണ്ട് പുതയിടുക. തോട്ടത്തിൽ ഇല ചീയൽ കണ്ടാൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. ഇലകൾ ഉണങ്ങി തുടങ്ങുന്നതോടുകൂടി വിളവെടുക്കാം. രാമച്ചം. ചൊരിമണൽ കൂടുതലായുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് യോജിച്ചൊരു വിളയാണ് രാമച്ചം. ദാഹശമനിയുടെയും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെയും നിർമ്മാണത്തിനുള്ള പ്രധാന ചേരുവ രാമച്ച തൈലമാണ്. മണ്ണൊലിപ്പ് തടയാനുള്ള പ്രധാന ജൈവമാർഗമായി അന്താരാഷ്ട്ര സമൂഹം ഇതിനെ പരിഗണിക്കുന്നു. തീരദേശം തൊട്ട് 1300 മീറ്റർ വരെ ഉയർന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരും. കളിമണ്ണിൽ വളരുന്നവയ്ക്കാണ് ഗുണമേന്മ കൂടുതലുള്ളതായി കാണുന്നതെങ്കിലും മണൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ വേരുൽപ്പാദിപ്പിക്കപ്പെടുക. വടക്കേ ഇന്ത്യൻ, തെക്കേ ഇന്ത്യൻ എന്നിങ്ങനെ 2 വിഭാഗം രാമച്ചമാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇതിൽ വടക്കേ ഇന്ത്യൻ ഇനങ്ങൾക്കാണ് സുഗന്ധമേറിയ തൈലമുള്ളത്. എന്നാൽ തെക്കേ ഇന്ത്യൻ ഇനങ്ങളിൽ നിന്നാണ് കൂടുതൽ വേരും കൂടുതൽ തൈലവും ലഭിക്കുക. ഇപ്പോൾ ഇവ തമ്മിലുള്ള സങ്കര ഇനങ്ങളും പ്രചാരത്തിലുണ്ട്. ODV-3 ഓടക്കാലി സുഗന്ധ തൈലം മരുന്നുചെടി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്തിയ ഒരിനമാണ്. മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവ പൂസ ഹൈബ്രിഡ് 7, 8 എന്നിവയും സിമ KS2 എന്നിവയുമാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 10 സെൻറ്റിന് 400 കിലോഗ്രാം കാലിവളം വിതറി നിലം നന്നായി കിളച്ച് 1 മീറ്റർ വീതിയിൽ സൗകര്യപ്രദമായ നീളത്തിലും 30 സെൻറ്റിമീറ്റർ ഉയരത്തിലും വാരങ്ങൾ എടുക്കുക. കാലവർഷാരംഭത്തോടുകൂടി മൂടുകളിൽ നിന്നും അടർത്തിയെടുക്കുന്ന ചിനപ്പുകൾ 2-3 വീതം 30 മുതൽ 60 സെൻറ്റിമീറ്റർ അകലത്തിൽ 2 വരിയായി വാരങ്ങളിൽ നടുന്നു. ചിനപ്പുകൾ നട്ട് 15 ദിവസമാകുമ്പോൾ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നിവ 10 സെൻറ്റിന് 2 കിലോഗ്രാം വീതവും, നട്ട് 30-ാം ദിവസം യൂറിയ, പൊട്ടാഷ് എന്നിവ വീണ്ടും 2 കിലോഗ്രാം വീതവും നൽകണം. ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും ചുവട്ടിൽ മണ്ണിടുകയും വേണം. ഉപയോഗത്തെ ആശ്രയിച്ചാണ് വിളവെടുപ്പ് സമയം നിശ്ചയിക്കുന്നത്. കൂടുതൽ വേര് ലഭിക്കുന്നതിന് 15-ാം മാസവും ഗുണമേന്മയുള്ള തൈലം ലഭിക്കുന്നതിന് 18-ാം മാസവും വിളവെടുക്കണം. ഒക്ടോബർ മാസം മുതൽ വിളവെടുത്ത് തുടങ്ങാം. വേരുകൾ പൊട്ടിപ്പോകാതെ 60 സെൻറ്റിമീറ്റർ താഴ്ചയിൽ മണ്ണിളക്കി ചുവടുകൾ മണ്ണോടുകൂടി പൊക്കിയെടുക്കുന്നു. തുടർന്ന് മണ്ണ് കുടഞ്ഞു കളഞ്ഞ് വേരുകൾ ശേഖരിക്കുന്നു. വേരിൽ 1 മുതൽ 1.5% വരെ തൈലം ഉണ്ട്. തഴുതാമ. വെളുത്ത തഴുതാമ, ചുവന്ന തഴുതാമ എന്നിങ്ങനെ 2 ഇനങ്ങളാണ്. വഴിയരികുകളിലും പാഴ്ഭൂമിയിലുമാണ് തഴുതാമ ധാരാളമായി കാണുന്നത്. വിത്തുപാകിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നന്നായി വളരുന്ന ചെടികൾ 2 മീറ്റർ വരെ വിസ്താരത്തിൽ ശാഖകളും ഉപശാഖകളും പുറപ്പെടുവിക്കുന്നു. ചെടിയിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മൂത്രവിസർജനത്തെ സഹായിക്കുന്നു. ഇതിൻ്റെ ഇലകളും ഇളം തണ്ടുകളും ഔഷധഗുണമുള്ളതും രുചികരമായ തോരൻ തയ്യാർ ചെയ്യുന്നതിന് യോജിച്ചതുമാണ്. പനിക്കൂർക്ക. ഗൃഹവൈദ്യത്തിലെ ഒരു പ്രധാന ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. 30 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ ഇലയും തണ്ടും രോമാവൃതമാണ്. സാധാരണയായി തണ്ടു മുറിച്ച് നട്ടാണ് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്.
ഇലയിൽ ധാരാളം ബാഷ്പശീല തൈലം ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന കാർവാക്രോൾ, സിർസിമാരിറ്റിൻ, ബി സിറ്റോസ്റ്റിറോൾ തുടങ്ങിയ വിവിധ തരം സസ്യജന്യ രാസവസ്തുക്കളാണ് ഔഷധ ഗുണം പ്രദാനം ചെയ്യുന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയവയ്ക്ക് ഇല വാട്ടി പിഴിഞ്ഞെടുക്കുന്ന നീരിൽ തയ്യാറാക്കുന്ന മരുന്ന് ഗുണപ്രദമാണ്. പുതിന ഇന്ത്യയിലുടനീളം കണ്ടുവരുന്നതും വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്നതുമായ ഒരു വിളയാണ് പുതിന. 5ഓളം മറ്റ് സ്പീഷീസുകൾ ഈ ഗണത്തിൽ വരുന്നു. ഇവയെ സങ്കരണം നടത്തി ലഭിച്ച സങ്കര ഇനങ്ങളും ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നു. നന്നായി വളരുന്ന സാഹചര്യത്തിൽ ഇലകൾക്ക് 3 മുതൽ 5 വരെ സെന്റിമീറ്റർ വരെ നീളം കാണും. മുറിച്ചെടുത്ത തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. മഴക്കാല ആരംഭത്തിൽ കാലിവളമോ മറ്റ് ജൈവവളമോ ഇട്ട് നിലമൊരുക്കിയ ശേഷം വേരുപിടിപ്പിച്ച തൈകൾ നടുന്നു. കേരളത്തിൽ പൊതുവെ പാചക ആവശ്യത്തിനാണ് പുതിന കൃഷി ചെയ്യുന്നത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.